ഹായ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വർഷങ്ങളായിട്ട് ലൈക്ക് ഒരു 5 years ആയിട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിനെ എഡ്യൂക്കേറ്റഡും ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് നല്ല നല്ല കണ്ടൻസ് ഷെയർ ചെയ്യുന്ന ബിനോയാണ് നമ്മളെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലേൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ഒരുപാട് നെഗറ്റീവ് തോട്ട്സും ഉണ്ട്, സെയിം ടൈം നല്ല പോസിറ്റീവ് തോട്ട്സും ഉണ്ട്. സോ ബിനോയിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ആക്ച്വലി എന്താണ് ട്രേഡിംഗ്, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അടുത്തൊരു ഫ്യൂച്ചർ ഇതിൻ്റെ? ഓക്കെ, ആദ്യം ട്രേഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഇതെന്തോ വലിയൊരു സംഭവമാണ്, എന്തോ റോക്കറ്റ് സയൻസ് ആണെന്നുള്ളൊരു തോട്ട് പലർക്കും ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുക, വിൽക്കുക, അതിനാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതൊരു ബിസിനസ്സാണ്. ഞാൻ എപ്പോഴും അതിനൊരു ബിസിനസ്സായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പലചരക്ക് കട നടത്തുന്ന ഒരാൾ പോലും ആണ് ചെയ്യുന്നത് അയാൾക്ക് ലാഭം കിട്ടുന്ന വിലയ്ക്ക് അയാൾക്ക് ലാഭം കിട്ടുന്ന രീതിയിലൊരു സാധനം വിൽക്കുന്നു എന്നുള്ളതാണ്. ചെറിയ വിലയ്ക്ക് വാങ്ങുന്നു, കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു, ഇതാണ് അവിടെ ചെയ്യുന്നത്. അത് ഒരു ട്രേഡാണ്. ഇപ്പോൾ അനസ് എനിക്കൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെല്ല് ചെയ്യുന്നുണ്ട്, ഞാനത് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രേഡാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റോക്കുകൾ, ഓരോ കമ്പനികളുടെ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ നമ്മൾ ഇതേ സെയിം കാര്യം ബൈ സെൽ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അവിടെ അതാണ് ഏറ്റവും ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ വിലയ്ക്ക് വാങ്ങുന്നു, നമുക്ക് ലാഭം കിട്ടുന്നൊരു വിലയ്ക്ക് വിൽക്കുന്നു, അത് ട്രേഡിംഗ് ആണ്. അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ചാർട്ടുകളും അതിൻ്റെ അനാലിസിസുകളും അതിന് പിന്നിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ആയാലും നമ്മുടെ ഇമോഷൻസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ സെൽ, ഒരു ബിസിനസ്സായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന, യാതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും ആവശ്യമില്ലാത്ത, യാതൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും ആവശ്യമില്ലാത്ത, വളരെ സിമ്പിളായിട്ട് ആർക്കും ഏതൊരു പ്രായക്കാരനും ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഓഫീസ് വേണ്ട, ഒരു ബിൽഡിംഗ് വേണ്ട, പ്രത്യേകിച്ച് ലൈസൻസ് വേണ്ട, ഈ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് ആരും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ. ക്രിപ്റ്റോ കറൻസിയിൽ നോക്കാന്ന് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ക്രിപ്റ്റോനെ പറ്റി കേട്ടിട്ട് പോലുമല്ലോ. ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ തന്നെ ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവർക്കത് അറിയില്ല, എന്താണ് ഈ ട്രേഡിംഗ് എന്ന് അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അവർ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ ക്രിപ്റ്റോ മാർക്കറ്റ് അവർ ഒട്ടും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അവർക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒരുപാട് ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും, ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ അതായാലും ട്രേഡിങ്ങിനെ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ കോണ്ടന്റുകൾ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും എത്തിപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. സോ ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, യാതൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ അല്ലേ ശരിക്കും ഈ ഒരു മേഖലയിൽ? ഒരുപാട് ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് പോസിബിലിറ്റീസ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബിസിനസ്സാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു 9 to 5 ജോബ് താല്പര്യമില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്ര എളുപ്പമായിട്ട് പറയുന്നില്ല നിങ്ങൾ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരണം അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ 9 to 5 ജോബ് വർക്കൗട്ട് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്, ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന, ഒട്ടും തന്നെ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് പഠിക്കാനായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ അത്യാവശ്യം നല്ലപോലെ ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രേഡിങ്ങിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് സാധിക്കാത്ത കാര്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സാധ്യത തന്നെയാണ്. പിന്നെ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ജോബ് ഉള്ള ഒരാളായാൽ പോലും, ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജോബ് കഴിഞ്ഞാലും പിന്നീടുള്ള സമയം മുഴുവൻ നമുക്ക് മാർക്കറ്റിലിരിക്കാനും ട്രേഡ്സ് കണ്ടെത്താനും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെയല്ല. സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ഒരു 9 to 3:15 വരെയുള്ള ഒരു സമയമാണെങ്കിൽ ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ നമുക്ക് 24 hours ഇരിക്കാൻ പറ്റുന്ന, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും ഈ ട്രേഡിങ്ങിൻ്റെ ഒരു സാധ്യതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്.
പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻകം സോഴ്സ് ആയിട്ട് വേണമെങ്കിലും, ഒരു മെയിൻ ഇൻകം സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പോലും നമുക്കൊരു അഡീഷണൽ ഇൻകം സോഴ്സ് ആയിട്ട്, സെക്കൻഡറി ഇൻകം സോഴ്സ് ആയിട്ടും തീർച്ചയായിട്ടും നമുക്ക് ട്രേഡിംഗ് കാണാവുന്നതാണ്. നമുക്കതിൽ ഇതൊന്നും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് വേണം, നല്ലപോലെ ഒരു എഫേർട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടണം. നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് നേരെ പോയിട്ട് ജോലിക്ക് കയറുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല എഫേർട്ട് ഉണ്ട്. അത് ഇടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ട്രേഡിങ്ങിലേക്ക് വരാം. അതെ അതെ, നല്ല ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ട്രേഡിംഗ് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്നുള്ള കാര്യമല്ലേ. ഇപ്പോൾ അതെനിക്കൊന്നിന് ഫോറക്സും ക്രിപ്റ്റോ കറൻസിയൊക്കെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് ട്രേഡ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഒരു ടൈം ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഇപ്പോൾ നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്യാം. നമുക്ക് വേറെ ആരുടെയും ഒരു ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട്, ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടായിരിക്കാം, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ശരി ശരി ശരി. അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ട്രേഡിംഗ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഫോറക്സ് കറൻസി പെയറുകൾ ട്രേഡ് ചെയ്യാം, ക്രിപ്റ്റോ കറൻസിയും ട്രേഡ് ചെയ്യാം. എന്തുകൊണ്ട് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചൂസ് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോയിലല്ല. ഞാൻ ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ളത് സ്റ്റോക്കിലാണ്. ഏറ്റവും ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ അപ്പ് സ്റ്റോക്സിലായിരുന്നു. ആൻഡ് ഏറ്റവും ആദ്യം വാങ്ങിയിട്ടുള്ളത് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഷെയർ ആയിരുന്നു. ഏകദേശം ഒരു 50 രൂപ സംതിങ് ഉള്ള സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാലെടുത്ത് വെച്ചിട്ടുള്ളത് സ്റ്റോക്കിലേക്കാണ്. പക്ഷേ പിന്നീടാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നതും. ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ പതുക്കെ ക്രിപ്റ്റോയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ മെയിൻ റീസൺ അതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ് തന്നെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ടൈമിംഗ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് ടൈമിംഗ് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമേ നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാർക്കറ്റ് ടൈമിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു 9 to 5 ജോബ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ക്രിപ്റ്റോയിലേക്ക് വന്നപ്പോൾ അവിടെ നമുക്ക് 24/7 മാർക്കറ്റ് ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഏത് പാതിരാത്രി വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫ്രീഡം അവിടെ ഉള്ള പോലെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫുള്ളായിട്ട് ക്രിപ്റ്റോയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ബിറ്റ് കോയിനിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ടെക്നോളജി തന്നെയാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ തന്നെ അതിൻ്റെ എല്ലാം ഒരു രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു OG എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ മാത്രം ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യുന്നതും ബിറ്റ് കോയിനിൽ തന്നെയാണ്. അപ്പോൾ ഏതൊരു എക്സ്ചേഞ്ചിലായാലും ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡിംഗ് നടക്കുന്നത് ബിറ്റ് കോയിനിലാണ്. സോ നമുക്ക് അവിടെ വോളിയം ഇല്ലാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയിലേക്കും ബിറ്റ് കോയിനിലേക്കും മാത്രം തിരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI അല്ലേ, AIയുടെ ഒരു കടന്നുകയറ്റം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പല മേഖലയിലും നല്ല രീതിയിൽ അത് എന്താ പറയുക, നല്ല രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ട്രേഡിങ്ങും അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ട്രേഡിങ്ങിനെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ AI ബോർഡ്സ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെയിൻ ഇൻഫ്ലുവൻസേഴ്സൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് എന്താണ്, അത് ആക്ച്വലി അത് വർക്കിംഗ് ആണോ? അത് AI ബോട്ടുകളും അതുപോലെ തന്നെ കുറേ ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ബൈ സെൽ സിഗ്നൽസ് ഒക്കെ തരുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ ഓരോ കാലം കഴിയും തോറും ആ സമയത്തെ മെയിൻ ടെക്നോളജി എന്താണോ, അല്ലെങ്കിൽ ആ സമയത്തെ ട്രെൻഡിങ് ടെക്നോളജി എന്താണോ, ആ ടെക്നോളജിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് പണ്ടുണ്ടായിരുന്ന തട്ടിപ്പുകൾ തന്നെ അവിടെ വീണ്ടും വരാറുണ്ട്. എന്താ പറയുക, ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ MLM എന്ന് പറയുന്ന ഒരു മണി ചെയിൻ മാതൃകയിൽ പ്രവർത്തിച്ചു പോകുന്ന പല ബിസിനസ്സുകളും പണ്ടുണ്ടായിരുന്നു. ഇന്ന് അത് AI എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് പഴയ ബിസിനസ് തന്നെ ഒരു പുതിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പലരും ഈ ടെക്നോളജി എല്ലാം തന്നെ, ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അത് ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോകുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്നോളജിയെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഈ AI ട്രേഡിംഗ് ബോട്ടുകൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള എല്ലാ AI ട്രേഡിംഗ് ബോട്ടുകളും പക്ക മണി ചെയിൻ സ്കീമാണ്, അല്ലെങ്കിൽ ആളുകളെ ചേർത്തുന്ന ഒരു സ്കീമാണ്, മറ്റേ പിരമിഡ് സ്കീമാണെന്ന് പറയാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ആ AI ബോട്ട് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരെയോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരെ നിങ്ങളുടെ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നെയും ഈ പറയുന്ന പോലെ AI ബോട്ട് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബ്രോക്ക് ഇതിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ റെഫറൻസ് വഴി കഴിയുമ്പോഴേക്കും കിട്ടുന്നുണ്ടായിരിക്കാം. സോ അത് കറക്റ്റായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിലവിലുള്ള AI ബോട്ടുകളിലൊന്നും പോയി പെടാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം.
പിന്നെ AI നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി തരില്ല. അത് പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആൾക്കാർ ഈ AI ബോട്ടുകളുടെ പിന്നാലെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ എവിടെ നോക്കിയാലും AI ആണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിക്കോട്ടെ, ഇപ്പോൾ AI വെച്ചുകൊണ്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു കാര്യത്തിനായാലും AI എന്ന് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ ട്രേഡിങ്ങും AI വെച്ച് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് ഈ AI ബോട്ടുകളുടെ പിന്നാലെ പോകുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡാറ്റ AI തരും, അല്ലെങ്കിൽ AI വെച്ചുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരിക്കലും AI നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി തരില്ല. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റിയാണത്. അതേപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വലിയ എമൗണ്ടിനൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. ബൈ സെല്ല് സിഗ്നൽസ്, നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അതിനെ സെല്ല് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുന്നത് തന്നെ ഓൾറെഡി അവിടെ സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണോ മാർക്കറ്റ് അവിടെ പോയിട്ടുള്ളത് അതിനനുസരിച്ചാണ് അവിടെ ആ ഇൻഡിക്കേറ്റർ നമുക്കൊരു എൻട്രി സിഗ്നൽ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കലും നമുക്ക് എല്ലാ തരം മാർക്കറ്റിലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി സിഗ്നൽ ഒരു ഇൻഡിക്കേറ്ററും കാണിച്ചിട്ടില്ല. ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ആ ഇൻഡിക്കേറ്റർ ശരിയായിട്ടുള്ള സിഗ്നൽസ് കാണിച്ചു തരും. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എടുക്കണമെന്നുള്ളൊരു സെല്ല് ചെയ്യണമെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കാണിച്ചു തരും. അല്ലാതെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് വരുമ്പോൾ, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ അവിടെ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ലോസ് മാത്രമേ വരുത്തി തരുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമല്ല, ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മുടെ പ്രൈസ് ആക്ഷനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ പ്രൈസ് ആക്ഷൻ കോൺസെപ്റ്റ്സിനോടൊപ്പം തന്നെ ഇപ്പോൾ RSI ആയാലും, ഇപ്പോൾ RSI ഡൈവർജൻസ് പോലത്തെ കോൺസെപ്റ്റ്സ് ഉണ്ട്, മാഗ്ഡി ഡൈവർജൻസസ് പോലത്തെ കോൺസെപ്റ്റ് ഉണ്ട്, EMA ക്രോസ് ഓവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകൾ നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ കോൺസെപ്റ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ ഈ ബൈ സെല്ലൊക്കെ കാണിച്ചിരുന്നത്, ഒന്നാമത്തെ കാര്യം അത് സെബി റൂൾസിൻ്റെ വയലേഷൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള നമുക്കൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് തരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. എവിടെ സെല്ല് ചെയ്യണം, എവിടെ ബൈ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ്, ഒരു ഇൻഡിക്കേറ്റർ തരുന്നുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെബി റൂൾസിൻ്റെ വയലേഷനാണ്. പലരും ഇതൊന്നും അറിയാതെയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പോലും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി, നിങ്ങൾക്കും ഇത് വെച്ചുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വരെ, അതും ആ ഒരു പറച്ചിൽ തന്നെ സെബി റൂൾസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും നമുക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഓഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കാര്യവും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് റൂൾസ് അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ നോക്കുമ്പോൾ എന്താ, ഓക്കെ, ട്രേഡിങ് വളരെ സിമ്പിളാണ്, ഇയാൾ ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എവിടെ വാങ്ങണം വിൽക്കണമൊക്കെ. അപ്പോൾ സാധാരണക്കാരനായിട്ടൊരു ആൾ കാണുമ്പോൾ അയാൾക്ക് ഇതെല്ലാം ഒരു ലോഡ് കാര്യങ്ങൾ പഠിച്ച് ട്രേഡിങ്ങിലേക്ക് വളരെ കഷ്ടപ്പെട്ട് വരുന്നതിനേക്കാളും ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ട്രേഡ് ചെയ്യാലോ, പ്രോഫിറ്റ് ഉണ്ടാക്കാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറുന്നുണ്ട്. അവിടെയാണ് അവർക്ക് പൈസ നഷ്ടപ്പെടാം. അങ്ങനെ പൈസ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ട്രേഡിങ്ങിൽ തന്നെ സ്കാം ആണെന്ന് ആളുകൾ പറയാം. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പങ്കുണ്ട്. ആളുകൾക്ക് നഷ്ടം വരുത്തുന്ന കാര്യത്തിലായാലും, ആളുകളെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നതിലായാലും ഈ ചില ഇൻഫ്ലുവൻസേഴ്സിന് തീർച്ചയായിട്ടും പങ്കുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ പുറകെ പോകുന്നേക്കാളും എത്രയോ ബെറ്റർ ആണല്ലേ നമുക്ക് പ്രൈസ് ആക്ഷനൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് ഹാർഡ് വർക്ക് എന്തിനാ, സ്മാർട്ട് വർക്ക് പോലെ എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് കൊണ്ട് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. അവിടെ നല്ലപോലെ നിങ്ങളൊരു എഫേർട്ട് ഇടണം, പഠിക്കാനായിട്ടുള്ളൊരു എഫേർട്ട് ഇടണം. അതിന് പിന്നിലുള്ള ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നല്ലപോലെ ഒരു എഫേർട്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഒരു ലോങ് ടൈമിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ, അല്ലെങ്കിൽ ട്രേഡിംഗ് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഷോർട്ട് കട്ട്സ് ഇല്ല. അതെ. ഇനീഷ്യലി ഞാൻ ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ബിനോയിൻ്റെ ഒക്കെ വീഡിയോസിൽ കൂടുതലും ലൈക്ക് ഒരു ബിഗിനർക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ട്രേഡിങ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ മെത്തേഡിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ, അല്ലേ? കുറേ നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട് ട്രേഡിങ്ങിനെ, അല്ലെങ്കിൽ പല കോൺസെപ്റ്റുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഒരു സിംഗിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻസ് വെച്ചുകൊണ്ട് പോലും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, ആ ക്യാൻഡിൽസ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസിയാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്സ് വെച്ചുകൊണ്ട് പോലും നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് 5 years അല്ലേ, 5 years-ആയി. എന്താണ് ഇപ്പോൾ ഉള്ളൊരു അപ്ഡേഷൻസ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ, ട്രേഡിംഗ് വന്നതിന് ശേഷം അതിൻ്റെ മുന്നേ ഉള്ളൊരു? മെയിനായിട്ട് ഒരു ഫ്രീഡം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് 9 to 5 ജോബ് ഒട്ടും പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാനൊരു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം, അതൊക്കെ ചെയ്യണം, ഫാമിലിയായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതുള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും വീടുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് പോകാനായിട്ട് അങ്ങനെ അധികം ഇഷ്ടമില്ലാത്തൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് എൻ്റെ. അപ്പോൾ ട്രേഡിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഞാൻ മാറിയപ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് നല്ല നല്ല സമയം എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോകാനായിട്ടുള്ള എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാനൊരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് സാധിച്ചു കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ഫ്രീഡം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അൾട്ടിമേറ്റ് ഫ്രീഡം തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പൈസ എല്ലാം വരും, പൈസ ഓക്കെ, തീർച്ചയായിട്ടും പൈസ വേണം എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് ട്രേഡിങ്ങിന് ശേഷം എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളൊരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ട്രേഡിங்ക്ക് വരുന്നുണ്ടല്ലോ, ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് മേ ബി കംഫർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ടൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ജോലി മടുത്തിട്ട് പല റീസൺസിലാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ ആ ബിഗിനർക്ക് ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ളൊരു ചാൻസസ് എത്രത്തോളം ഉണ്ട്? അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട്, ഇപ്പോൾ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺസോ ഇൻഡിക്കേറ്റേഴ്സോ ഇതിൻ്റെ എല്ലാം തന്നെ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും. ജസ്റ്റ് ഒരു 1 month പോലും വേണ്ടതെല്ലാം പഠിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചാർട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഒരു ചാർട്ട് അനലൈസ് ചെയ്യാനൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ശരിക്കും ഒരു വെല്ലുവിളി അവിടെ ഉയർന്നു വരുന്നത്. നമ്മുടെ ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പലരും ഇതൊന്നും അറിയാതെ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കുറേ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ $100 വെച്ചിട്ട് $1000 ഉണ്ടാക്കുന്ന ചലഞ്ചസ് എല്ലാം കണ്ടുകൊണ്ട്, അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു സംഭവം എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അയാളുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് $5000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് 10,000 ആക്കണം, അതിൻ്റെ നേരെ ഡബിൾ ആക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ ഒരിക്കലും മാർക്കറ്റിനെ കാണരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരിക്കലും മാർക്കറ്റിലേക്ക് വരരുത്. ഞാനെപ്പോഴും പറയാം, നമ്മുടെ ആസ് എ ട്രേഡർ നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് നാളെയും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഫിറ്റിനെ മാറ്റി നിർത്താം. പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്കവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ലോസസിനെ മാത്രം ഫോക്കസ് ചെയ്യാം. ആ ലോസസിനെ എങ്ങനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആ ലോസസിനെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഒരു പരിധി വരെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് വലിയ ലോസസ് വരുമ്പോഴാണ് നമുക്കവിടെ ഇമോഷണലി നമുക്ക് ഒരിക്കലും കൂളായിട്ട് ഇരിക്കാൻ പറ്റാതെ വരിക. അപ്പോൾ കൃത്യമായിട്ട് നമുക്കവിടെ റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പരിധി വരെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് മൈൻഡ് സെറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആരും തന്നെ ലോസസിനെ മൈൻഡ് ചെയ്യാറില്ല. എപ്പോഴും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാൽ പോലും കൂടുതൽ കാണാൻ പറ്റുക പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ട്സാണ്. ലോസസ് ആരും കാണിക്കില്ല. അപ്പോൾ ലോസും ഇതിൽ സംഭവിക്കും. ലോസ് നമുക്ക് ഒഴിവാക്കാനാകാത്തൊരു സാധനമാണ് ട്രേഡിങ്ങിൽ എന്നുള്ള ആ റിയാലിറ്റി മനസ്സിലാക്കുക. അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ പതുക്കെ പ്രോഫിറ്റ് ആകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ട്രേഡ് എടുത്തു, അവിടെ ലോസ് ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റും പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഇടാം. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ നല്ലൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ, അതിപ്പോൾ കാര്യങ്ങൾ പഠിക്കാനായാലും നമ്മുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായാലും നമ്മൾ നല്ലൊരു എഫേർട്ട് അതിന് വേണ്ടി ഇട്ടാൽ തന്നെ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റബിൾ ആകുക എന്നുള്ളൊരു ഗോളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സമയമെടുക്കും, ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമൊന്നുമല്ല. സോ സമയം എടുത്ത് തന്നെയാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ളൊരു ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ താങ്ക് യു ബിനോയ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കൊരു വാല്യൂബിൾ ആയിട്ടുള്ള ടൈം തന്നതിന്. സോ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്, ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരിലേക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിനോയിനെ പോലത്തെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇനിയും വേണം മാർക്കറ്റിൽ. എന്നാലാണ് നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റിവിറ്റി കൊണ്ട് തന്നെ ഒരു മാനിപ്പുലേറ്റഡ് ആണ് നല്ലൊരു സൊസൈറ്റി, അല്ലേ നമ്മുടെ സൊസൈറ്റി. സോ അവരിലേക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് നമുക്ക് ഇനിയും ഷെയർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് എനിക്കുള്ളത്. ഞാനും എൻ്റെ കോണ്ടൻറ്റുകളിലൂടെ എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ട്രേഡിങ്ങിൻ്റെ ഒരു അറിവുകൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനൊരു വേദി ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവസരം തന്നിട്ടുള്ള അനസിനും കാർട്ടൺ എജുവിനും ഞാൻ എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ആൻഡ് താങ്ക് യു.